So I want to take you back a little bit what we have kind of talked about. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും സുഖമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That's a kind of a picture Bible tells us when you say about total health. We are not really talking about perfection. We are not talking about without any issue. So അത് മനസ്സിലോർക്കണം. എന്നാൽ ഈ ടോട്ടൽ ഹെൽത്ത് ഒരു നല്ല ആരോഗ്യം എന്ന് നമ്മൾ ബൈബിൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് it is actually the dynamic and harmonious interaction of spirit, soul and body. നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ദേഹിയും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ചലനാത്മകമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആ ചിന്തയാണ്, അതിനെയാണ് ഒരു ടോട്ടൽ ഹെൽത്ത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം പൗലോസ് പ്രാർത്ഥിച്ചല്ലോ, 1 Thessalonians 5 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. We went through these verses of scripture. 1 Thessalonians 5:23-24 says that now may the Lord of God of peace himself sanctify you completely. May your whole spirit, soul and body be kept blameless at the coming of the Lord Jesus Christ. So കർത്താവ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരവും ദേഹവും ആത്മാവും എല്ലാം അനിന്യമായുള്ളത്. So when you're really talking about health, we are not simply talking about this physical body. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ കർത്താവിലേക്ക് പ്രഷറും ഷുഗറും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകരുത്. See, that is not actually called in complete health എന്ന് പറയും. It's only one part of it. Then you have your spirit, then you have your soul. ഇതെല്ലാം ഒരു സുഖമായി അനിന്യമായി ഒക്കെ കർത്താവിന്റെ വരയിൽ നമ്മൾ കാണപ്പെടും. നമ്മൾ അതിനകത്ത് ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ യു എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള നമ്മളെന്ന് പറയുന്നത്, we are composed of 3 parts: the body, soul and the spirit. അവിടെ നമ്മൾ കണ്ടു, we are created in the image and the likeness of God. നമ്മൾ ജെനസിസിൽ നമ്മൾ കാണുന്നുണ്ട്, Genesis 1:26 അത് പറയുന്നുണ്ട്. Alright, so image is actually സ്വരൂപം. It refers to God's spiritual nature, because God is spirit, and that we would worship God in spirit and in truth. Alright, ആ കാര്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. It's only a spirit that communicates with God's spirit and the spirits of other people. So it's your spirit that really communicates. Alright, പിന്നെ നമ്മൾ കണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, not only that God is a spirit, but Godhead is a trinity. God has made us in his likeness. Okay, so ദൈവം ആത്മാവ് മാത്രമല്ല, ദൈവം ഒരു തൃത്വമാണ്, ത്രിയേകത്വമാണ്. സോ തന്റെ സാദൃശ്യത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ നേച്ചർ മാത്രമല്ല, പക്ഷെ സാദൃശ്യമുണ്ട്. So likeness, that means 3 people together. So triunity. So നമ്മളെ നോക്കുമ്പോൾ we are kind of a miniature form എന്ന് പറയുന്നത്, we have a body, soul and a spirit in unity. So അതാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. Then we also looked at there are laws. Okay, there are 3 laws that we can find out. There's a law of the spirit, the law of the mind, the law of sin in the body. So നമ്മൾ കാണുന്നുണ്ട് ആത്മാവിന്റെ നിയമം, മനസ്സിന്റെ നിയമം, ശരീരത്തിന്റെ ഉള്ള പാപത്തിന്റെ നിയമം. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചാണ്. So then we looked a little bit into the origin of sickness and death. So ഈ മരണവും അല്ലെങ്കിൽ ഈ രോഗവും മരണത്തിന്റെ ഒറിജിനെ പറ്റി ഒന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് മനസ്സിലായി അത് സംഭവിച്ചത്, it's with the entrance of sin into mankind. So പാപത്തിന്റെ പ്രവേശനത്തോടു കൂടിയാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. So Romans 5:12 നമ്മൾ വായിക്കുന്നു,
അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകലരിലും പകർന്നിരിക്കുന്നു. സോ just because therefore just as sin came into the world through one man, death through sin, and so death spread to all men because all sin. So സകല മനുഷ്യരും മരണത്തിന് അധീനരായിട്ട് വന്നിരിക്കുക. Alright. നമ്മൾ കണ്ടു, the only way for us to become alive to God is by being born again by the Spirit of God. So ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ദൈവോന്മുഖമായി ജീവനുള്ളവരായിരിക്കാൻ കഴിയത്തുള്ളൂ. So there's something called being born again by the Spirit of God. നമുക്കറിയാം Jesus' conversation with Nicodemus. He makes that very clear in John chapter 3 and verse number 5. He speaks to him. So Jesus said, 7 says, you shouldn't be amazed by my statement. You must be born from above. ഉയരത്തിൽ നിന്നുള്ള ജനനം നിനക്കുണ്ടാകണം. കാരണം ഈ ഭൂമിയിൽ നിനക്കൊരു മരണം ഉണ്ടായതുകൊണ്ട്, സ്പിരിച്വൽ ഡെത്ത് ഇവിടെ ഉണ്ടായതുകൊണ്ട്, you have to experience a new birth. Okay? By the help of the Holy Spirit. Then, goal of this total health, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ പൂർണ്ണ ആരോഗ്യത്തിൽ നമ്മൾ ആയിരിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ, പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, it's not perfect health. Okay, why do I say that? Because perfect health is not possible. Asatyamalla. Because we are all in the process of dying physically. We are all in the process of dying physically. None of you are going to experience perfect health. So that's a reality. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, in 2 Corinthians 4:16 പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Amen. So we are not to lose heart, though our outer self is wasting away. So പൗലോസിനെ പോലെ ഒരു മനുഷ്യൻ പോലും പറയാണ്, my outer body is wasting away. Our inner self is being renewed day by day. So നമ്മളൊരു total health എന്ന് പറയുമ്പോൾ, don't get the impression that we are all going to be perfectly fine without any sickness. That's not the idea. So ഇച്ചിരിയും കൂടി അതിനെ ഒരു ആത്മീയമായ ഒരു ചിന്ത, ബിബ്ലിക്കലായിട്ടൊരു ചിന്ത തരുന്ന ഇങ്ങനെയാണ്, total health is the ability to fulfill the purposes for which God created you. Simple terms. So നമ്മൾ ഈ പൂർണ്ണാരോഗ്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ദൈവിക സൃഷ്ടിയുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവ് എൻ്റെ ശരീരത്തിനും മനസ്സിനും എൻ്റെ ആത്മാവിനും ലഭിക്കുക. That's a key part. So that I can fulfill whatever God has planned for me. Amen. Paulus Ephesians 2:10 പറയുന്നുണ്ട്, for we are God's masterpiece. He has created us anew in Christ so that we can do good things He planned for us long ago. So നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവയെ മുന്നൊരുക്കിയിരിക്കുക. Every single person, God has planned something for you and for me. So you need to, when you're talking about perfect health or total health, total health നമ്മൾ പറയുമ്പോൾ മനസ്സിലേക്ക് വന്ന ചിന്ത, കർത്താവേ, ആ objectives, that plans, your purposes, Lord, I want to carry out, I want to finish it in my lifetime, the time you have given me. Therefore, Lord, my body, soul, and my spirit should be kept to that point. So keep me in total health. That's one of the best way to identify, look at it. So it is actually based on a realization that you have limited number of days in which to accomplish the great work for which God brought you into this world. So
ഈ ദൈവിക പദ്ധതി നിറവേറ്റിയെടുക്കുവാൻ നമുക്ക് ചുരുക്കം ദൈവം വെച്ചിരിക്കുന്ന നാളുകളെ ഉള്ളൂ. അതിന്റെ അർത്ഥം യു cannot waste any day. You cannot waste an hour. Because that's the block of time God has given you to fulfill His purpose. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്. There is something called designed before conception. നാം ഉണ്ടാകും മുൻപേ ദൈവം നമ്മളെ രൂപകൽപ്പന ചെയ്തു. There are so many verses of scripture that I can speak about it. One we looked at was Jeremiah. God speaks to Jeremiah in chapter 1, verse number 5. I knew you before I formed you in your mother's womb. Before you were even born, I set you apart and appointed you as my prophet to the nation. So before, when he was not even a concept, okay? So before his birth, God said, I knew you, I set you apart, I planned things for you, and I made the appointment. എന്നിട്ട് ദൈവത്തോട് ജനിക്കാൻ പറയുന്നു. And you come to the world. എപ്പോഴും ആ ചിന്ത നമ്മൾ മനസ്സിലിരിക്കണം. I'm created for a purpose. I brought into this world for a purpose. ഒരു ജാതീയനായ ഒരു മനുഷ്യൻ, സൈറസിനെ പറ്റി നമ്മൾ വായിച്ചു, കോരശിനെ പറ്റി വായിച്ചു. In 2 Chronicles 36, there he speaks about his own calling. 2 Chronicles 36 22-23 വാക്യം ഇങ്ങനെ പറയുന്നത്. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർശ്യ രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർശ്യ രാജാവ് കോരശിനെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യം എല്ലായിടത്തും ഒരു വിടംബരം പ്രസിദ്ധമാക്കി രേഖാവിലും പരസ്യം ചെയ്യുന്നതെന്നാൽ പാർശ്യ രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെ എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ let him go and then God be with him, let him go and then do it. Because God has put a burden in my heart, ഒരു പ്ലാൻ ഇൻ മൈ ഹാർട്ട്. എന്റെ അകത്ത് ദൈവം ഒരു ഉദ്ദേശം തന്നിട്ടുണ്ട്, ഒരു പ്ലാൻ തന്നിട്ടുണ്ട്, ഒരു പ്രവൃത്തി തന്നിട്ടുണ്ട്. എന്തുവാ? ബിൽഡ് എ ടെമ്പിൾ ഇൻ ജെറൂസലം ഫോർ യാഹ്വേ ഗോഡ്. So I'm using you people. I'm allowing you to go so that purpose for which God has called me will be fulfilled. So ഇവിടെ you see another person speaking about it. നമ്മൾ കണ്ടു pretty much ആ സെയിം സെൻസിൽ ഒരു കമ്മീഷനാണ് ഈ മാത്യു 28 നമ്മൾ 18 ഗ്രേറ്റ് കമ്മീഷനൊക്കെ നമ്മൾ പറയുന്നു, മഹാനിയോഗം എന്നൊക്കെ പറയുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കളും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. So go into all the world, preach the gospel, make them disciples, and baptizing them in the name and teaching them to obey all that I have commanded you. That's a mandate on us. All of us. നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യമാണ്. In the time allotted to us. അതിനകത്ത് നമ്മുടെ ഇൻവോൾവ്മെന്റ് പല രീതിയിലായിരിക്കാം. You could be a person who sends, but while you are also witness here in the home, you could be someone who is sending your resources. Some of you give your time, your efforts, your money. ഇതെല്ലാം kingdom building-ന്റെ ഭാഗമാണ്. This is all God's plan for your life. നമ്മൾ കണ്ടു, there are almost 49 commands Jesus gives to his disciples. 49. So he's telling them to obey all that I have commanded you. So അവരോട് തന്നെ 49 കാര്യം കർത്താവ് കൊടുത്തു. You should be teaching this. You should be sharing this. That is part of the command. But നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ, yes, it is also very important in your home also. Teaching, passing it to our children, very important. ദൈവം ഇവരോട് പറയുന്ന ഒരു പ്രോമിസ് എന്ന്, God promised the people of Israel that if they would love him, if they would keep his commandments, he would bless them more than all the peoples of the earth.
ഭൂമിയിലെ മറ്റെല്ലാ ജാതികളെക്കാട്ടിലും അവരെ അനുഗ്രഹിക്കും എന്നൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. If they will love him, if they will obey his commandments. You see in Deuteronomy chapter 4, verse number 6, നമ്മൾ കാണുന്നുണ്ടല്ലോ, obey them completely. You will display your wisdom and intelligence among the surrounding nations. When they hear all these decrees, they will exclaim, how wise and prudent are the people of this great nation. Okay? ഈ കൽപ്പനകളൊക്കെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. When you obey them, and then live according to the principles of God, then you become a testimony to the world. So ആ ജീവിക്കുന്നതിലൂടെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്തപ്പോഴാണ് നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഒരു കാര്യത്തിലൂടെ പറയേണ്ട കാര്യം, ഐ വോണ്ട് ടു കണക്ട് ദീസ് തിങ്സ് ടു യു. ഈ ടോട്ടൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീങ് മെയ്ഡ് ഹോൾ. പൂർണ്ണമാക്കപ്പെടുന്നതിലൂടെയാണ് ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നത്. അത് നമ്മൾ ഉപയോഗിച്ച ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് ഇൻ ലൂക്ക് 17 verse number 11 through 19, where you see the story of 10 lepers being made well. സമയത്തോടെ ഞാൻ വായിക്കുന്നില്ല, because you are familiar with the story there. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, a healing in the process, you would see actually stages of healing that's taking place there. ആദ്യം നമ്മൾ കാണുന്നത്, first thing is the cleansing the blood. അവിടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു ശുദ്ധീകരണമാണ്. Okay? So the initial step of healing was not just renewing the skin, but cleanse the blood from the impurities that manifested themselves as diseases. So ഇത് രക്തത്തിലുണ്ടായ ഒരു ഇഷ്യൂ ആണ്. ആ രക്തത്തിൽ നിന്നുള്ള അത് മാനിഫെസ്റ്റ് ചെയ്തത് ത്വക്കിലൂടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. So the healing should take place in the blood. Alright? അവിടെ ഈ ലൂക്ക് 17:14 എന്ന് പറയുന്നുണ്ട്, യേശു കർത്താവ് പറഞ്ഞു വിടുകയാണ്, ഇവരോട് പറയാണ്, ഗോ ഷോ യുവർ സെൽഫ്. ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്നു, അവർ പോകുന്ന വഴിയിൽ തന്നെ ശുദ്ധരായി തീർന്നു. ഓക്കെ, സോ while they were on the way out, when they went out, they were cleansed. Okay, they were cleansed. So ഞാൻ പറഞ്ഞോട് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം കഥാറിസോ എന്ന പദം, പ്യൂരിഫൈ, അതൊരു ഫിസിക്കൽ സെൻസിൽ നമ്മൾ എടുത്താൽ ദിസ് വുഡ് റെഫർ ടു പ്രൈമർലി ടു ദ സർക്കുലേറ്ററി സിസ്റ്റം, ബിക്കോസ് ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ഈസ് ഇൻ ഇറ്റ്സ് ബ്ലഡ്. സോ മാംസത്തിന്റെ ജീവൻ രക്തത്തിലായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ സർക്കുലേഷൻ സിസ്റ്റത്തില് അവരുടെ രക്തത്തിനകത്തൊരു ശുദ്ധീകരണം അവിടെ നടക്കുകയാണ്. ഇനി സ്പിരിച്വൽ സെൻസിൽ കത്താറിസോ refers to removal of the pollution of guilt of sin. Okay? പാപത്തിന്റെ മലിനീകരണവും കുറ്റബോധവും നീക്കപ്പെടുന്നതാണ്. ന്യൂ ഹാർട്ട്, I'll give you a new heart എന്ന് പറയുന്നത്, പുതിയ ഹൃദയം, മെറ്റനോയ, ഒരു മാറ്റം, രൂപാന്തരം ഒക്കെ അന്തരാത്മാവിൽ ഉണ്ടാകുക. So that internal change is what takes place first. Then ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരുമ്പോൾ you saw there's a healing of the flesh. Okay, the അടുത്ത phase, the next phrase, actually you read that account tells you they saw that they were healed. So അവിടെ പറയുന്നു, they saw that they were healed. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം യോമായി means to restore to bodily health. So അവിടെ more circulatory systemത്തിന്റെ സൗഖ്യമല്ല, it's more like bodily health. ശരീരത്തിന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു, പൂർവ്വസ്ഥിതിയിലേക്കായിത്തീരുന്നു. ശിശുവിന്റെ കൈ പോലെ, ബാലന്റെ കൈ ത്വക്ക് പോലെ ആയിത്തീർന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. It's restored to that original position. That's more physical and superficial that you see. All right? So that tells us that the physical symptoms have disappeared. So അവർക്കുണ്ടായിരുന്ന ആ വടു അത് ഡിസപ്പിയർഡ് ആയിത്തീർന്നു, റിസ്റ്റോർഡ് ആയിത്തീർന്നു, എല്ലാം പെർഫെക്ഷനിലേക്ക് വരിക, സ്കിൻ എല്ലാം.
That's a second stage. എന്നാൽ മൂന്നാമത്തെ എന്ന് പറയുന്നത് അത് ബാക്കി 9 പേർക്കും ഉണ്ടായില്ല. There's only one man who's perfectly experienced the complete health. So this guy comes back, and every person who experienced this healing, the first and second, they must go through a third phase they had to undergo. And without the third phase, you would not experience total health, but simply removal of distressing conditions of the disease. That's all. ഈ വെറുതെ രോഗത്തിന്റെ അസ്വസ്ഥത ഒന്ന് മാറിക്കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആരോഗ്യം അനുഭവിക്കുന്നു. That's important. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, one leper noticed that he was healed. All right, he returned to Jesus, fell down on his face and feet and giving thanks to him. ദൈവത്തെ മടക്കി സ്തോത്രം ചെയ്ത് മടങ്ങി വരിക. ആ പനാരി പറഞ്ഞു, കാൽക്കൽ കവിളി വീണവന് നന്ദി പറഞ്ഞു. Jesus said, "Were not 10 cleansed? There are none found that return to give glory to God except this stranger." 9 പേരുടെ അന്യാധികാരമില്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. So Jesus replied, "Arise and go to your way. Your faith has made you well." പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. So there he is experiencing another level of healing. So this involved a restored relationship with God and accompanying signs of joy, freedom and inward peace. മറ്റാളുകൾക്ക് ബ്ലഡ് ക്ലീനിങ് ഉണ്ടായി, they were cleansed in the blood, their body അവർക്ക് ഹീലിംഗ് ഉണ്ടായി, but their third part was not healed. And here this guy, he is experienced a restored relationship with God. His spirit got connected with God, and because of that connection established, he has started experiencing the signs of it. So it's no more signs of leprosy. It's signs of restored relationship with God, joy, freedom, inward peace. See, that's where that total health like manushan madangi varunu. So that really gives us an idea about what has happened. Then we're going to talk a little bit about today about the aspects of our salvation. നമ്മുടെ രക്ഷയുടെ ഒരു 3 വശങ്ങൾ നമ്മൾ ചിന്തിക്കുക. One is salvation of the spirit. നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന രക്ഷ, അതാണ് ആദ്യത്തെ ഭാഗം. Eternal salvation of the spirit. So പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന നിത്യരക്ഷ. ഓക്കെ, നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. Romans 10:9 onwards വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. shall be saved. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അവർ വിശ്വസിക്കുന്ന ഒരുത്തൻ ലജ്ജു പോയില്ലെന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദൻ എന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. Everyone who calls on the name of the Lord will be saved. That's the salvation of your spirit. Then the second one is actually salvation of the soul. Okay, salvation of the spirit is instantaneous and eternal. The salvation of the soul, which is mind, will and emotions, is continual process. So നമ്മൾ മനസ്സിലാക്കണം, ആ ഹീലിംഗ് എന്ന് പറയുന്നത്, ആ സാൽവേഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ പ്രോസസ്. ആദ്യത്തേത് വാസ് ഇൻസ്റ്റന്റ്. ആ വിശ്വസിച്ച നിമിഷത്തിൽ, the moment you believed, അരക്ഷണത്തിൽ എന്നൊക്കെ നമ്മൾ പറയും, that split of a second, that moment when you really believed, your spirit got saved.
Okay. Now the second part is a salvation of the soul. The salvation of the soul എന്ന് പറഞ്ഞാൽ it's not instantaneous. പല ആളുകൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം ശരിയായല്ലോ, അതിന്റെ ശരീരം ദേഹവും ദേഹിക്കും ആത്മാവും എല്ലാം റെഡിയായി. സോറി, it doesn't work that way. It's a process. ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. It is a process. It's a daily process. It's a weekly process, moment by moment process. Okay. അത് 3 മേഖലകൾ നമുക്കറിയാം. നമ്മുടെ മനസ്സ്, നമ്മുടെ ഇച്ഛ, നമ്മുടെ വികാരങ്ങള്, അവ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. They are being saved or being helped, being perfected, purified എന്നൊക്കെ അർത്ഥം വരുന്നത്. It is accomplished by engrafting God's word into your soul and thereby building a biblical belief system in your heart. So ദൈവവചനം നിങ്ങളുടെ ആത്മാവിൽ ഉൾച്ചേർക്കുകയും അതുവഴി നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ ബൈബിൾ തിരുവെഴുത്ത് പറയുന്ന പോലെ ഒരു വിശ്വാസ സമ്പ്രദായം കെട്ടിപ്പടുക്കുകയും ഇതിലൂടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. The word purifies you. The word will set you free. വചനം നമ്മളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. So your spirituality, നമ്മുടെ ആ പുറമേ കാണുന്ന സോൾ ലെവൽ കാണുന്ന സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്, അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹൗ മച്ച് യു അപ്ലൈ God's word into our hearts that purifies us. It's a process. So വചനം വായിക്കാതെ, വചനം കേൾക്കാതെ, ബൈബിൾ ക്ലാസ് അന്വേഷിക്കാതെ, പഠിക്കാതെ ഒന്നും ചുമ്മാ ഞായറാഴ്ച പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് വെച്ചേച്ച് അവിടെ ഇരുന്ന് ചിലപ്പോൾ ബൈബിൾ കൊണ്ടിരുത്തില്ല, അവിടോട്ട് വെച്ചേച്ച് ഇരിക്കുക. You have no interaction with Bible. So the question of sanctification, the question of being cleansed, your soul getting cleansed, is it really happening? Are you speeding it up? Always remember, you only have so much of time. ചില സമയമുള്ളൂ നമുക്ക്. അതിനകത്ത് ഈ പ്രോസസ്സ് നടക്കണം. നമ്മുടെ സ്പിരിറ്റും നമ്മുടെ ബോഡിയും നമ്മുടെ സോളും കൂടി ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാകണം. ദാറ്റ്സ് ദ ടോട്ടൽ ഹെൽത്ത്. പെർഫെക്ഷന്റെ കാര്യമല്ല പറഞ്ഞു. Because physically speaking, we all will have sicknesses to some degree. Because we all are under the spirit of death. അല്ലെങ്കിൽ ആ സ്പിരിറ്റ് നമുക്ക്, ആ ഡെത്ത് നമുക്ക് എല്ലാവർക്കും, ഫിസിക്കൽ ഡെത്ത് ഇസ് സെന്റൻസ് ഫോർ us. നമ്മളെല്ലാം മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. We all will die. But we will rise up. That's a different thing. So we are told to receive the meekness, the engrafted word, receive the word with meekness, all right, which is able to save your soul. So ആ പദം ശ്രദ്ധിച്ചോണേ. This is James 1:21. ആ വാക്യം വളരെ ശ്രദ്ധേയമായിരിക്കണം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആദിക്കവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും എന്നാണ് യാക്കോബ് പറയുന്നത്. To receive with meekness the engrafted word, which is able to save, or ഉപയോഗിച്ചിരിക്കുന്ന zozo എന്ന പദമാണ്, your souls, നിങ്ങളുടെ ആ ദേഹിയെ, നിങ്ങളുടെ ആ മനസ്സിനെ രക്ഷപ്പെടുത്തുവാൻ, പ്യൂരിഫൈ ചെയ്യുവാൻ കഴിവുള്ള വചനം, ഉൾനട്ട വചനം സ്വീകരിക്കുക. That's a process. So the salvation of the soul depends on how much you receive God's word with humility. So നമ്മൾ താഴ്മയോടെ ഉൾനട്ട വചനം സ്വീകരിക്കുക. It's like prepared ground. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, if it is like a rocky ground, വിചാരിച്ചു മനുഷ്യൻ നടക്കുന്ന വഴിയരികയാണെങ്കിൽ, വഴിയരിക പോലെ നമ്മുടെ ഹൃദയമെങ്കിൽ, then any seed falls there, birds will come and take it. The next one is actually rocky ground. അതിനൊക്കെ ഇടയ്ക്ക് ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടോ? Just little patches of soil there. ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ no depth. കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകും. Or is your heart just like a thorny ground? അതിനകത്ത് വീഴുന്നുണ്ട്, സീഡ് വീഴുന്നുണ്ട്, പക്ഷേ അതിക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും there are things, cares of life chokes you.
സോ വചനം എടുക്കാൻ ഒക്കുന്നില്ല, വചനത്തിന് ആപ്ലിക്കേഷൻ ഇല്ല. The word is not being put to use in your life, in my life, because we allow concerns to come and choke the word. So it's your heart. നമ്മൾ സോറിന്റെ കാര്യം പറയുന്നു. The sower went out to sow the seed. The seed is the same word, but it's your ground. How prepared is our heart? So do we have a part in it? Yes, I believe we have a part in it. We have a part in it. Very important. So you would see in John, beloved, I pray that all may go well with you and that you may be in good health as it goes well with your soul. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് മാത്രമല്ല, നിന്റെ ദേഹവും നിന്റെ ദേഹി എല്ലാം ശുഭമായിരിക്കണം. ആ പെർഫെക്റ്റ്, അതിനാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത്. പെർഫെക്ഷൻ അല്ല, but there's a nice integration between these. There's growth taking place. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് salvation of the body. Okay, നമ്മൾ കണ്ടല്ലോ, it involves wholeness, the physical body, which is contingent on obedience to God's moral standards. So മൂന്നാമത്തെ വശം ദൈവത്തിന്റെ ധാർമ്മിക മാനദണ്ഡങ്ങളോടുള്ള അനുസരണത്തെ ആശ്രയിച്ചിരിക്കുന്നത് ഭൗതിക ശരീരത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. Your body is subjecting itself to the word of God. For the one who sows in his own flesh will from the flesh reap corruption. The one who sows the spirit will from the spirit reap eternal life. ജഡത്തിൽ വിധിക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യനെ കൊല്ലും. So how much are you allowing your body to sow? If you're operating on your flesh, that's exactly what you're going to reap. So ജഡത്തിൽ വിതയ്ക്കുന്നതാണെങ്കിൽ ആ ജഡത്തിൽ നീ കൊയ്യും. That's a biblical principle that does not change. അവിടെയാ നമ്മുടെ ശരീരത്തിന്റെ വിഷയം അവിടെ പറയുന്നത്. So when a member of the Corinthian church committed gross immorality, നമുക്കറിയാം, Paul commanded, to deliver such one into Satan for destruction of the flesh, that the spirit may be saved on the day of the Lord. So ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത് ജഡസംഹാരത്തിനായി സാത്താൻ അവനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. So just understand, കൊരിന്ത്യൻ ചർച്ചില് ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ ഇവൻ ഇനി അടി കൊടുത്താലോ, ഇവന്റെ ശരീരത്തിൽ നടനം ഉണ്ടായാലോ. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ ചിലപ്പം ഈ ചില ആളുകളുടെയൊക്കെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് they go through a lot of physical things. അവിടെ എല്ലാ ഫിസിക്കൽ ഈ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് ടെർമിനൽ ഇൽനെസ്സിൽ കൂടെയൊക്കെ ആളുകൾ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങൾ പോകുമ്പോൾ, അതെല്ലാം ഇതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. There could be a number of different things, but one of the things is actually God is giving them an opportunity to just refine and then get right with God. നമ്മൾ പറയും ശുദ്ധീകരിച്ചെടുത്തെന്നൊക്കെ പറയും, മലയാളത്തിൽ നമ്മൾ പറയും ശുദ്ധീകരിച്ചെടുത്തെന്നൊക്കെ പറയും. ചില കേസിൽ അത് കറക്റ്റാ, നമ്മളിവിടെ പറഞ്ഞതാണ്. ബിക്കോസ് ആ ഫിസിക്കൽ ഇതിനകത്തൂടെ ഒരു പോയപ്പോഴത്തേക്കിന് they turn to the Lord so that their spirit will be saved in the day of the Lord. Amen. So ഇതിനകത്ത് ഈ ശരീരം ഇങ്ങനെയൊക്കെ പോയാലും ആത്മാവ് രക്ഷപ്പെടാനുള്ള അവസരം അതിനകത്തുള്ള ദൈവം കൊടുക്കുക. So just think about those things, your soul, your spirit and your body. Okay, അപ്പൊ നമ്മള് പിന്നെയും കണ്ടു ഈ primary factors that contribute to health. ആരോഗ്യത്തിന് സംഭാവന ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. One is, this is for us to get an overview, just an accurate understanding about total health. There are three things we should understand. One of the factors is called genetic tendencies. So നമുക്കെല്ലാം ഉള്ള ജനിതക പ്രവണതകളുണ്ട്. So we all inherit tendencies toward certain illnesses based on weaknesses in our genetic makeup.
Okay, they do not have to become the Caesars if we follow God's way of life. So ചിലപ്പോൾ അങ്ങനെ ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും ആ ടെൻഡൻസി ഒരു ഡിസീസ് ആയിട്ട് പോകാതിരിക്കാൻ ഒരു വർഷങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. It doesn't have to be, but you may still carry a tendency. അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് നമ്മളെ കുറയ്ക്കാൻ നമുക്ക് നോക്കും. There's a lot of things that you can do. Second one is physical constitution, നമ്മുടെ ഭൗതിക ഘടന. ഓക്കെ, നിങ്ങളറിയാമല്ലോ ഞാൻ പറഞ്ഞതുപോലെ, അതായത് എ ഗ്രാൻഡ് ഫാദർ, okay, example, a grandfather who did everything wrong lived to be 90 years old, okay, but his 2-year-old grandson is dying of cancer. He's a wicked grandfather who did everything wrong. He lived to be 90 years of age, but his 2-year-old grandson is dying of cancer. So the grandfather inherited a strong constitution from his parents, but his wrong living weakened the constitution of his son and the grandson. See, ഇതിന്റെ ഈ ജനറേഷണൽ ഇമ്പാക്റ്റും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. സോ ഇയാൾ തോന്നിയവാസം ജീവിച്ചു, അയാളുടെ അപ്പൻ ഒരു വർഷങ്ങൾ നന്നായിട്ട് നല്ല ജീനും നല്ലതായിട്ട് ജീവിച്ച മനുഷ്യൻ അധ്വാനിച്ച് നിന്നൊരു മനുഷ്യനായിരിക്കാം. Maybe that because of that this man experienced a good life, whereas this man 90 years he did an ungodly life he lived, compromised life he lived. So as a result of that, his son probably inherited a weakened constitution, and the grandchild also received a weakened constitution. So in the impact പറയാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു 1940s a person by the name Francis Pottinger, he did a study. In that study he separated cats into 5 groups. So പൂച്ചകളെ ഒരു 5 ഗ്രൂപ്പായിട്ട് തിരിച്ചു, 5 groups. The first group was fed with nutritious food and remained healthy throughout their lives. The 4 groups, ബാക്കി 4 ഗ്രൂപ്പുകൾ, they were fed junk food. So അവർക്ക് കൊടുത്ത junk food ആണ്. The first generation, the poorly fed cats developed diseases late in life. ഇവരെല്ലാം ഒരേ സമയത്ത് എടുത്തവരാണ്. 2 ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പിന് നല്ല ഓർഗാനിക് നല്ല കാര്യങ്ങൾ കൊടുത്തു, ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കൊടുത്തു, മറ്റവർക്ക് ജങ്ക് ഫുഡ് കൊടുത്തു. 4 ഗ്രൂപ്പിന് ആ ജങ്ക് ഫുഡ് കഴിച്ച അവര് in the first generation, this poorly fed cats developed diseases late in life. ജീവിതത്തിന്റെ സായാഹ്നമായപ്പോഴത്തേക്കും ഒത്തിരി ഡിസീസസ് ആയി. The second generation, അതിന്റെ second generation വന്നപ്പോൾ they developed the same disease in the middle of their lifespan. The third generation developed them early in life. Okay? His third generation cats did not live long enough to reproduce. അടുത്ത group, they did not live long enough to reproduce. So, however, what he did is he nursed the second generation cats to health. They could produce and pass on longer and stronger genes to their offspring. So, ഇതെല്ലാം അടുത്ത് പഠിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ആദ്യത്തെ ഗ്രൂപ്പിന് നല്ല ഫുഡ് കൊടുത്തു, and they became very strong. ആ സെയിം ഗ്രൂപ്പിൽ നിന്ന് രണ്ടാമത്തേന് ജങ്ക് ഫുഡ് കൊടുത്തു. അവരുടെ ലേറ്റർ ഇയേഴ്സ് ആയപ്പോഴത്തേക്കിന് they started developing sickness. എന്നാൽ അവരുടെ അടുത്ത ജനറേഷൻ വന്നപ്പോൾ they started developing in the middle of their life, not the end of their journey. In the middle of their life started developing all kinds. But അവരുടെ ജനറേഷൻ വന്നപ്പോൾ they started developing early enough, even before they reproduced, they were all sick. So then he started
tending them. അവരെ ടെൻഡ് ചെയ്യാൻ തുടങ്ങി, അവരെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി, ഹെൽത്ത് നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് then their generation, you see them think going again. ആദ്യം ഉണ്ടായത് പിന്നെ you see them happening later, then slowly they became, അടുത്ത generation they became very strong again. It's very important. So a lot of things it is taking. So how generationally impacts, how we can impact our generation, the way we live, what we think, what we practice. ഇതിന് ഒത്തിരി impact ഉണ്ട്. So that's the second part. The first one is genetic tendencies. Number 2, physical constitution. The third one is various stresses. ആരോഗ്യത്തിന്റെ വിഷയങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, different kinds of stresses that we experience. So whether or not our genetic tendencies and weak constitution will result in diseases will be primarily determined by the stress in our lives according to what we think, what we say, what we do. So ഒരുപക്ഷെങ്കിൽ നമുക്കെല്ലാം ഈ ജനറ്റിക് ടെൻഡൻസീസ് ഇൻഹെറിറ്റ് ചെയ്ത് കാണും. പക്ഷെങ്കിൽ the way you live, see, അത് development of that depends on the stresses person experience. So ആ വ്യക്തി അനുഭവിക്കുന്ന, ആ വ്യക്തി കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ആഘാതം കൊണ്ട് ഈ ടെൻഡൻസി വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനിടയുണ്ട്. But there are other people, they have tendency, but they are practicing healthy way of living, thinking, doing. So what happened? They are just postponing it, not allowing this to come up, to emerge. It's very important. So there can be many causes of stress, such as trying to fulfill our responsibilities with limited time, or to pay bills with inadequate finances. അതൊക്കെ ഉണ്ട്, സ്ട്രെസ്സസ് പലതുണ്ടെന്ന് വെച്ചു. But the greatest stresses comes from attitudes of anger, guilt, lust, bitterness, greed, fear, envy. These destroy our immune system. നമ്മളെല്ലാം ആത്മീയമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടോ, പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശരീരത്തിന് സുഖമില്ലാത്തതിന് പുറകിലത്തെ കാര്യം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ് ആകപ്പെട്ട് പോകുന്നു. Part of the reason is, ഇപ്പൊ പറഞ്ഞ പോലെ അതിനകത്തെ, yes, we all have issues. Maybe not making enough money, bills, just paycheck to paycheck. There may be other extra pressures ഒക്കെ ജീവിതത്തിലുണ്ട്. അതിനെക്കാട്ടിലും വലിയ ഇമ്പാക്ട്, ഡാമേജിങ് ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് attitudes, forms of attitudes that we have, like anger, കോപം, guilt, കുറ്റബോധം, lust, bitterness, കയ്പ്, greed, fear, envy, അസൂയ, എല്ലാം, ഈർഷ്യ, പക, ഇതെല്ലാം അകത്ത് കിടക്കുന്നവർക്ക് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഈസ്. നമ്മൾ സ്വോത്രം പറഞ്ഞ് ബ്ലാങ്കറ്റിലിട്ട് പോകുന്ന ആളുകളായിട്ട് മാറുക. ദിസ് ഈസ് വേർ നമ്മുടെ ഈ സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ്. ഹൗ വി yield ourselves to God. നമ്മൾ അതൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കുക, യു വിൽ സീ എ ഗ്രേറ്റ് ഇമ്പാക്ട്. നമ്മുടെ ഫിസിക്കലായിട്ടും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ദിസ് ഹാസ് ബീൻ, ബിക്കോസ് അറ്റ്ലീസ്റ്റ് മൃഗങ്ങളിലാണെങ്കിലും ഒരു പഠിച്ചു മനസ്സിലാക്കി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. So I want to talk about a little bit about ഈ നല്ല ആരോഗ്യം, ടോട്ടൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ it's not perfect health. Okay, we are all under sentence of physical death on every person. Since we are all going through the process of dying, total healing is not possible. നിങ്ങളിനി എത്ര നമ്മൾ എല്ലാം നോക്കി ഓർഗാനിക് മേടിച്ച് എക്സസൈസ് ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചാൽ ഗുഡ്, പക്ഷെ കറക്റ്റ് എക്സ്പയറി ഡേറ്റിൽ പോകും. That's how things works, because we are all subject to death. എല്ലാം പറഞ്ഞുണ്ട്. നമ്മൾ പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫിന് വ്യത്യാസമുണ്ട്.
യു എൻജോയ് ഗുഡ് ലൈഫ്. പക്ഷെ ആ സമയത്ത് പോകും നമ്മൾ, അത് ആർക്കും നീട്ടാനൊക്കത്തില്ല. ദെൻ ബിക്കോസ് നമ്മളെല്ലാവരും വി ആർ ഓൾ ഡൈ ആക്ച്വലി. നമ്മുടെ സിസ്റ്റം ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ചെയ്യാൻ ഒക്കുന്നില്ല, പലതും ഓർമ്മിക്കാൻ ഒക്കുന്നില്ല. വെരി വെരി ഡിഫിക്കൽട്ട് നൗ, സോ ഡിഫിക്കൽട്ട് ടു റിമെമ്പർ തിങ്സ്. ചില വാക്കുകളൊന്ന് മനസ്സിലാക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എന്തോ പറഞ്ഞപ്പോൾ എയർ ഫ്രയർ, എന്റെ പൊന്നെ ആ ഒരു വാക്ക് ഒന്ന് ചിന്തിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു 2 മണിക്കൂർ വിഷമിച്ചു. ആ വാക്ക് വരുന്നില്ല, എന്റെ മനസ്സിൽ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നതിനകത്ത് വെച്ച് നമ്മൾ ഓവനാണോ എന്തോ, I mean, this just that word simply doesn't come. It's part of growing, aging. It's part of dying actually. അതെല്ലാം നമുക്കുണ്ട്. സോ നമ്മള് അടുത്ത ഒരു ചില ഒരു 10 minutes കൊണ്ട് ഞാൻ ആക്ച്വലി we going to look at 3 types of illnesses Bible speaks about. 3 തരത്തിലുള്ള സിക്നസിനെ കുറിച്ച് നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. Based on the types of sicknesses, you and I should carry out the appropriate Bible responses. ഈ രോഗത്തിന്റെ തരമനുസരിച്ച് നമ്മൾ ഉചിതമായിട്ടുള്ള തിരുവചന പ്രതികരണങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. That's what the Bible tells us. നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനെ ജസ്റ്റ് ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവ് എടുത്തല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. വി ഹവ് ടേക്കൻ ദ ഹോൾ പിക്ചർ ആയിരുന്നു. അതിനൊരു ബിബ്ലിക്കൽ ബേസും ഇതുമെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഹാൻഡിലിംഗ് സ്ട്രെസ് ബിബ്ലിക്കലി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ടോപ്പിക് മാത്രമല്ല, യു സി ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ് ഇൻ എവറിഥിങ്. ഓക്കെ, ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് സിക്നെസ് അൺടു ഡെത്ത്. മരണത്തിലേക്കുള്ള രോഗം. നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വെയ്ത്തു എന്ന് വെച്ചു, മരണത്തിലേക്കുള്ള ഒരു വഴി, ഒരു രോഗം. ആസ് എ ബിലീവർ ഇൻ ദ ലോർഡ് ജീസസ്, you are indestructible until your work on this earth is done. ആ കാര്യം ഓർത്തോണം. നമ്മൾ ദൈവത്തിന്റെ പൈതലായി ജീവിക്കുമ്പോൾ ദൈവം നിന്നെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തികയ്ക്കുന്നവരെ ലോകത്തിൽ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. You become indestructible ആ സെൻസിൽ നോക്കിയാൽ. Because God has sent you for a purpose, for that plan. അതിനപ്പുറമായിട്ട് നമ്മൾ ദൈവത്തെ വിട്ടുപോയി നമ്മൾ but you wanted to finish the race. God will give you the opportunity. Nothing will take you before that. But once that objective is completed, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞെന്ന് വെച്ചു, you finished it. There is no point in lingering around. Heaven is a far more glorious place to be. പിന്നെ നമ്മൾ ചിന്തിക്കണം, ആ ഒരു കാര്യം മനസ്സിൽ നമ്മളെല്ലാവരും മനസ്സിലിരിക്കണം. പ്രത്യേകിച്ച് പ്രായമാവുന്ന നമ്മളെല്ലാം മനസ്സിലിരിക്കണം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നു കഴിയുമ്പോൾ പിന്നെ ഈ ചോക്ലേറ്റ് നനയാൻ വേണ്ടി, ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി ദൈവത്തോട് സമയം ചോദിച്ച് മേടിക്കുന്നു. വാട്ട് ഈസ് എ പർപ്പസ്? ഇഫ് യു റിയലി ബിലീവ് your work is over, if your work is not over, you're not going to die whatever happens. All right? പൗലോസിന് മനസ്സിലാകണം, ആ കർത്താവിന്റെ കൂടെയുള്ള ആ ജീവിതം. ഇപ്പൊ നമ്മളോട് ഒരാളോട് പറയാം, കർത്താവ് പറയും, പോലെ നിനക്ക് സ്വർഗത്തിൽ വരാൻ ആഗ്രഹമുള്ളൂ, ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവരാം. നമ്മളെന്താ പറയും കർത്താവിനോട്? അത് സ്വർഗമൊക്കെ നല്ല കർത്താവ്, എന്നാലും ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാലത്തിന്റെ കാര്യം അത് ശരിയാകത്തില്ല. പിന്നെ പിള്ളേരും ഒക്കെ അങ്ങോട്ട് ചെറുതല്ലേ, കൊച്ചു പിള്ളേരൊക്കെ ഈ വളർന്നൊക്കെ അവരുടെ കല്യാണമൊക്കെ കഴിച്ചിട്ടൊക്കെ സാവകാശം മതി, ഇപ്പൊ ധൃതി വെക്കണ്ട. നമ്മളങ്ങനെ പറയത്തുള്ളൂ. കർത്താവ് പറയും സ്വർഗം നല്ല സ്ഥലം, നമ്മളിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, സ്വർഗത്വമാണ്, വായുണം, ഭക്ഷണമാണ്, അതെന്നൊക്കെ പറഞ്ഞാലും എന്റെ പൊന്നെ നമുക്ക് ആർക്ക് ഇന്നത് ഓഫർ തന്നാ വേണ്ട. ശരിയല്ലേ? ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ ഏകപ്പാടെങ്ങാളും ആകെപ്പാട് വലിച്ച് നശിച്ചു കിടക്കുന്ന ആരെങ്കിലും ഇച്ചിരി ബോധമുള്ളവർ കർത്താവ് എന്നെ എടുത്തോണേന്ന് അവർ പറയും. കാരണം ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ കൊണ്ട് ആഗ്രഹമില്ലായിരിക്കും, ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷ. അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. But the question is, do we really desire heaven? നമ്മൾ സ്വർഗത്തോലെ ആഗ്രഹിക്കുന്നു. Is that our desire? നമ്മളെല്ലാം, ഞാൻ എന്നോട് ചേർത്തൊക്കെയാ പറയുന്നതൊക്കെ.
Paulus Philippians chapter 1:23. Paul says, I'm hard pressed between the two. My desire is to depart and to be with Christ, for that is far better. ഇവ രണ്ടിനോടും ഞാൻ ഞരങ്ങുന്നു. പലതും പറയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. See, that's a desire. But on the other side, I must stay here because I have to complete something here. That's the only reason I want to stay back here. I want to remain here. I would rather be with the Lord. So Paul is discerning the time of departure based on the ministry that he was commissioned to carry out. My time, my departure time has not yet come. Later he says, my departure has come. A departure, there's no point here. I got to go. So if a believer has been diagnosed with a terminal, with the doctors, doctor diagnosed a person with a terminal illness, but he believes that his work is not yet done, he can appeal to God for healing. Not just extend his life, but accomplish the work that God has called him to do. See, avade vyathyasam. Appo namukku oru terminal illness vannu. Okay, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, my work is not finished. എന്റെ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഫിനിഷ് ചെയ്യാൻ ഇനിയുണ്ട്. And you have that strong sense in your spirit. Then at that time you should pray, Lord, I pray for healing because I want to finish my race. I want to finish, God, what you have given me. അല്ലാതെ നമ്മുടെ ആഗ്രഹം, if your desire is, Lord, please extend my days another 15 more years so that I can just sit around and see God, my children, grandchildren growing up, that shouldn't be the case. That shouldn't be the case. So he was discerning that very clearly. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ വിഷയം. നമ്മൾ സങ്കീർത്തനം, especially in 71, Psalm 71, അതിന്റെ 17-ാമത്തെ വാക്യം, verse 17 of Psalm 71, 17-18 കൊണ്ട് വാക്യങ്ങൾ. O God, you have taught me from my earliest childhood, and I constantly tell others about the wonderful things you do. അപ്പൊ ഏർലിയസ്റ്റ് കാലം മുതൽ, ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചു. That means I've been doing my job. The mandate you have given me, I'm faithfully fulfilling it, carrying out. Verse 18. Okay? Wonderful things you do. Now that I am old and gray, do not abandon me. അവിടെയും പറയുന്നത്, ഞാനിപ്പം ജലനതയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, വാർദ്ധക്യവും നരയുള്ള ഈ കാലത്ത് എന്നെ എന്ത് ചെയ്യരുതേ, ഉപേക്ഷിക്കരുതേ. എന്താ ഉപദേശിക്കുക? എനിക്ക് I want to stick around, I want to enjoy, I want to see everybody. No. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തികളെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുള്ള കാലത്തിന് ഉപേക്ഷിക്കുക. That is the discerning the purpose of God. He said, do not abandon me, O God. Let me proclaim your power to the new generation, your mighty mercies, miracles to all who come after me. അവരോട് പറഞ്ഞു തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. Give me life, extend my life, do not abandon me. What is the driving force behind it? It's the call of duty. അല്ല ചുമ്മാ എനിക്ക് ഇരിക്കണം, I want to enjoy. No. Lord, I want to do things for your kingdom. So in order to have this outlook about life and about death, we must be good stewards of the time
God has entrusted. സംഘത്തിലക്കാരനും പൗലൂസും ഒക്കെ പറയുന്നത് അവരുടെ സമയത്തിന്റെ സ്റ്റുവേർഡ്സ് ആയിരുന്നു അവർ. They took care of the time. We have squandered our time all, maybe several decades we have gone. മരിക്കാറായപ്പോൾ മരിക്കുന്ന ഞാൻ പറയും ഒന്നും ചെയ്യാനത്തില്ല, അതുകൊണ്ട് കുറച്ചുകൂടി നെക്സ്റ്റ് ഇയർ. സോറി, it may not happen. It may not happen. Seize the day. Seize the opportunity. That's very important for us. Good stewards of time. God has sent. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ കാര്യവിചാരന്മാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ആ പെർസ്പെക്റ്റീവ് ദൈവം കൊടുത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വർഷങ്ങളും ഡെക്കേഡ്സുകൾ വെറുതെ ചുമ്മാ കളഞ്ഞു, ആഴ്ചവട്ടങ്ങൾ വെറുതെ കളഞ്ഞു. Now we are asking, Lord, I'm sorry, I didn't do anything. Just give me some more time. You may not add. You may not add. You probably go on the expiry date. So use your time. Use our time. So we must be continually looking for better ways to redeem every hour by keeping it from going to waste and choosing the most profitable activities to advance God's kingdom. എന്നെ ഭയങ്കര ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്. Continually looking for better ways to redeem your time. സമയത്തെ വീണ്ടെടുക്കുവാൻ. Redeem your hour. Redeem your day from going waste. കർത്താവേ, ഇന്നത്തെ എന്റെ പകൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ആഴ്ച കർത്താവേ, എന്റെ ഒരു ദിവസം പോലും വേസ്റ്റ് ആയി പോകരുത്. I don't want, Lord, my 2 hours to go waste, Lord. I want to use it for the furtherance of your kingdom, to know you better, to make you known. Redeem that time. അതുകൊണ്ടാണ് Psalms 90:12 പറഞ്ഞത്, Lord, to help us to number our days, that we may apply our hearts unto wisdom. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. So this is how God help us to count our days properly, so that we gain a heart of wisdom. Heart of wisdom എന്ന് പറയുന്നത്, my time. I know this is my time. This is all I have time. And I must redeem my time. Do everything possible in my capacity, so that I can impact God's kingdom. Let me use my resources. Let me use my money. Let me not just leave it for my children. You leave something for them. But I'm saying eternity, eternal things are more important. Let me make impact in eternity. That's what that heart of wisdom really means. Counting my days properly. So as I close, ഞാൻ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നുള്ളൂ. The sickness unto death എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്ത വേറെ പറയുന്നത് is called sickness unto chastisement. നമ്മളെ ശിക്ഷയിൽ കൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള അസുഖങ്ങൾ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ പറ്റി അടുത്ത സംസാരിക്കണം. But I'll just close right here. But as I close here, just one small question that I want us to think tonight. If you were told today that you have a terminal condition, what reasons would you give God to keep you alive? മലയാളത്തിൽ ഇങ്ങനെ ആയിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് ഒരു മാരകമായ അവസ്ഥയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ ദൈവത്തിന് എന്ത് കാരണമായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്? What should be the reasons that you should give to God that He should extend your life? What would that be? ഒന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞാൻ എൻ്റെ കൊച്ചുമോനെ ഒന്ന് കണ്ടോട്ടെ, അല്ലെ ഇതൊന്ന് കണ്ടോട്ടെ. കർത്താവേ, വളരെ നാൾ ആഗ്രഹിച്ചത്. Is that the reason? That's not the reason. Shouldn't be the reason. Our reason should be, Lord, I feel like my work, what you have given me, is not finished. എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു തീർപ്പാൻ ഇനിയും ബാക്കിയുണ്ട് കർത്താവേ. Therefore, you must extend my days. That should be our attitude. That should be our prayer. So we'll close right there. As I was preparing it, I was also thinking so many things in my mind. കർത്താവേ, how prepared I am. ചിന്തിക്ക് ഒത്തിരി കാര്യം. കർത്താവേ,
ഞാൻ എൻ്റെ സമയത്തെ റിഡീം ചെയ്യാൻ നോക്കുന്നുണ്ട്. Am I really squandering my time, my resources? അതിനുവേണ്ടിയാണല്ലോ കർത്താവിനെ സക്സസ്ഫുൾ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത്, മോനെ, how many millions did you make? No questions will be asked. empty പോക്കറ്റുമായിട്ടായിരിക്കും ഞാൻ ചെല്ലുന്നത്. പക്ഷെ ദൈവം നോക്കുന്ന അറിയാം, I have given him so much of time on this earth, and he did his, and I also told him what he needs to be doing, and he finished it. Well done, good and faithful servant, enter the joy of your master. ലോകത്തിലെ മനുഷ്യൻ ഇനി ആരെല്ലാം സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ, ലോകത്തിലെല്ലാവരും so successful, heaven will never count you successful. But even if you have nothing to show for, nothing monetary, ഒന്നും കാണിക്കാനില്ലെങ്കിൽ പോലും, the Lord will look at you and say, well done, well done. You used your time that I gave you. Come, enter the joy of your master. നമുക്ക് പ്രാർത്ഥിക്കാം.